ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഫെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഒരു കാര്യം, ഇത് എനിക്ക് മാത്രം തോന്നിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, നവംബർ മാസത്തിലാണ് 2023 നവംബറിലാണ് മണി ചെയിൻ വ്യാപകമായി മണി ചെയിൻ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി 2021 തന്നെ പരാതി വന്ന് അന്വേഷണം വന്നിരുന്ന കമ്പനി അവസാനം ഒരു സ്ട്രോങ് പരാതി വന്ന സമയത്ത് പൂട്ടിക്കെട്ടുന്നത്. അതിനുശേഷം ഒരു കേസുകളുടെ ഘോഷയാത്ര തന്നെ പറയാം. കേസ് ഒരേ ആവശ്യത്തിന് 2 കേസ് വരെ കൊടുത്ത ചരിത്രം ഈ കമ്പനിക്കുണ്ട്. 2 അപ്പീല്, 2 കേസ്, അങ്ങനെ. അപ്പോൾ വളരെ ലേറ്റായാണെങ്കിലും ലേറ്റസ്റ്റായി ഇവർ സെഷൻസ് കോടതിയിൽ പൊട്ടിയതിന് ശേഷം സെഷൻസ് കോടതിയിൽ 60 ദിവസത്തിനിടയ്ക്ക് എല്ലാം തീരുമാനമാകണം, എന്താണ് വിധി പറയണമെന്നാണ് നിയമം. എന്നാൽ ആ 60 ദിവസത്തിൽ 6 മാസവും ഇവർ വക്കീൽ പോയിട്ട് നമ്മുടെ ഹൈക്കോടതി പോയിട്ടുണ്ട്, നമ്മൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്, നമ്മൾ ഈ FIR തന്നെ ക്വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വെക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഈ കേസ് അങ്ങനെ പെട്ടെന്ന് വാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല, നമ്മളതിങ്ങനെ മെല്ലെ ആണ് നമ്മൾ അത് ചെയ്യുക, അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ വാദിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിൽ പല കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുക എന്ന്. ഈ കേസ്, ഈ അപ്പീൽ ഫയൽ ചെയ്ത സമയത്ത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. എന്നുവെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകൾ നമുക്ക് ലഭ്യമായ സമയത്ത് ഇവർ തന്നെ പറയുന്നു, ഈ കമ്പനിയുടെ അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ് കണക്കാക്കണം, ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് കണക്കാക്കണം, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഓട്ടോറിക്ഷയ്ക്കും കാറിനും ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തണം, ഇത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കണം, അത്തരത്തിലുള്ള ഒരു സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടിയറ വെക്കുന്ന പോലെയാണ് തോന്നിയിരുന്നത്. ഇവർ ബഡ്സാണെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ ഇത് വീതം വെച്ചെടുക്കണം, ഇത് എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് കൊടുക്കണം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരണം എന്ന രീതിയിലായിരുന്നു ഇവരുടെ IAകൾ. ആദ്യത്തെ IAകളൊക്കെ ആ രീതിയിലായിരുന്നു. പിന്നെ ഇവർ മെല്ലെ അത് വാദിച്ച് തീർന്ന സമയത്ത് അടുത്ത കാറ് വേണം, മക്കളുടെ അക്കൗണ്ട് വേണം, പിന്നെ അത്തരം രീതിയിലായി. പിന്നെ ചികിത്സിക്കാൻ പണമില്ല, ഇലക്ട്രിസിറ്റി കെട്ടാൻ പണമില്ല, വക്കീലിന് കൊടുക്കാൻ പണം വേണം, അത് നിയമത്തിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നീട്ടി പറയുന്നു. ആ സമയത്തൊക്കെ ഈ കേസ് നടത്തിയവന്മാർക്ക് ഈ ഓരോ ദിവസവും ഇങ്ങനെ നീട്ടി വെക്കുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു അവർക്കൊക്കെ. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഒരാൾ പറഞ്ഞിരുന്നത്, ഒരു പ്രാവശ്യം ഈ പണം കൈമാറാൻ വേണ്ടി ഒരു ലീഗൽ സെൽ അതോറിറ്റിയെ നിയമിക്കണം എന്നൊക്കെയുള്ള ഒരു ചർച്ചയുണ്ടായി. അവസാനം അത് പറ്റില്ല, അത് ഒരു കീഴ്വഴക്കമായി മാറും, ഇതുപോലെയുള്ള വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തുന്നവർക്ക് ഇതുപോലെ രക്ഷപ്പെടാൻ അവർ ഈ ഒരു ലീഗൽ സെൽ അതോറിറ്റിയെ വെച്ച് പൈസ കൊടുത്ത് കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുന്നവർക്ക് തന്നെ ഒരു സൂത്രമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് അത് PP തന്നെ വന്നിട്ട് പറഞ്ഞു, ഇവർ എല്ലാം സെഷൻസ് കോടതിയിൽ പോട്ടെ എന്ന രീതിയിൽ പറഞ്ഞു. അന്നത്തെ ദിവസം ഈ കേസ് നടത്തുന്നവർക്ക് മതിമറന്ന സന്തോഷമായിരുന്നു. സർക്കാർ നിങ്ങളെ പറ്റിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവർ പരിഹസിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പറ്റിക്കുകയല്ല ചെയ്തിരുന്നത്,
അത് അത് ഒരു സാധ്യത മാത്രമാണ്. ഇത് സെഷൻസ് കോടതി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. സെഷൻസ് കോടതിയാണ് അടിയന്തര ആവശ്യങ്ങൾക്കും നിക്ഷേപകർക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ള ഫണ്ടുകൾ കൊടുക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. അത് സെഷൻസ് കോടതിക്ക് മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോമ്പീറ്റൻ്റ് അതോറിറ്റി പറഞ്ഞ സമയത്ത് എന്തൊരു ആവേശമായിരുന്നു. കമ്പനി തന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ല, നമ്മുടെ കോമ്പീറ്റൻ്റ് അതോറിറ്റി തന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ, കളിയാക്കലുകൾ, വിളികൾ ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഈ ജനങ്ങൾ മാറിത്തുടങ്ങി എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇവർ പതിയെ പതിയെ ഈ കേസ് നീട്ടിയതൊക്കെ വേറെ ആരോ ആണ് എന്ന രീതിയിൽ എല്ലാം ശ്രീനെയാണ്, ക്ലൈൻ്റാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഇവർ മാറ്റിപ്പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇത്. ശ്രീന എന്ന് പറയുന്നത് അവർ വെറും വക്കാലത്തുകളിൽ അല്ലെങ്കിൽ ഐഎകളിൽ ഒപ്പിടുന്ന വ്യക്തി മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഡർമാരും അവർക്ക് സഹായിയായി നടക്കുന്ന ചിലരുമാണ്. അപ്പോൾ അന്നും CEO ഇതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ഫണ്ട് കണ്ടെത്തേണ്ടതും മറ്റ് പല പല കോടതികളിൽ പല പല കേസുകൾ ഫയൽ ചെയ്തതും ശ്രീന പ്രതാപൻ്റെ ബുദ്ധിയായിരുന്നില്ല. അതൊക്കെ വക്കീലന്മാരുടെയും വക്കീലിനേക്കാൾ വലിയ ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചിലരുടെയും കുബുദ്ധിയായിരുന്നു. ഓരോ ആവശ്യത്തിനും സെഷൻസ് കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം കേസ് കൊടുത്ത് ഇവരെയൊക്കെ പേടിപ്പിക്കാം. അതുപോലെ തന്നെ FIR ഇട്ട് പേടിപ്പിക്കാം എന്നൊക്കെയുള്ള തന്ത്രം, അതുപോലെ ന്യൂസ് ചാനലുകൾക്കെതിരെ പരാതി പറയുക, എല്ലാവരെയും സൈലൻ്റ് ആക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ പയറ്റിയിരുന്നത്. ഇതിൻ്റെ ഒന്നും പിറകിൽ ശ്രീന പ്രതാപനായിരുന്നില്ല. ശ്രീന പ്രതാപൻ്റെ പേരിൽ ചിലരാണ് കംപ്ലൈൻറ്റ് അയച്ചിരുന്നത്. എന്നാൽ അത് ജനങ്ങൾ പ്രയാസത്തിലാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇത് കേസ് നടത്തുന്നവർ ദീർഘിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവർ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ശ്രീന പ്രതാപനാണ്, ക്ലൈൻ്റാണ് എന്നാണ് പറയുന്നത്. ക്ലൈൻറ്റ്, എല്ലാം ക്ലൈൻ്റാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് കമ്പനിയാണെങ്കിൽ ഇല്ലാത്ത മോഹങ്ങൾ കൈമാറി അവരെ ദാരിദ്ര്യത്തിലാക്കി, അവരെ കടക്കെണിയിലാക്കി. നിങ്ങളാണെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കമ്പനിയെ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന് അവരുടെ ഓരോ ദിവസവും അവർ വലിയ വലിയ പ്രതീക്ഷയിലും കടത്തിലേക്കും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ED കൂടി അറ്റാച്ച് ചെയ്ത് EDയുടെ നടപടി അവരുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയും മറ്റും അത് ശരിവെച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടുകളിലെ പണമെല്ലാം EDയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ പണം കമ്പനിക്ക് ലഭിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിക്ഷേപകർ ശല്യമുണ്ടാക്കും എന്ന് കരുതിയാണ് പ്രതാപൻ ജയിലിൽ തന്നെ തുടരുന്നത്. പ്രതാപന് വെറും 1 വർഷം കൂടി ജയിലിൽ കഴിഞ്ഞാൽ പ്രതാപന് സ്വാഭാവികമായും ജാമ്യം ലഭിക്കും. എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കും. കാരണം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ 3.5 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ
സ്വാഭാവിക ജാമ്യത്തിന് പ്രതാപൻ അർഹനാണ്. പ്രതാപൻ പറയും, ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പ്രതാപൻ ഇനിയും 3 വർഷം ജയിലിൽ കിടക്കണോ? ഒരു 1500 ദിവസം വരെ ജയിലിൽ കിടക്കണമെങ്കിൽ പ്രതാപന് കിടക്കാൻ സാധിക്കും. വെറും 40 വയസ്സ് മാത്രമാണ് പ്രതാപന് പ്രായം. പ്രതാപൻ 42-ലോ 43-ലോ പുറത്തിറങ്ങിയാൽ പ്രതാപൻ ഒരാൾക്ക് പോലും അദ്ദേഹം പണത്തിന്, നിങ്ങൾക്ക് തരേണ്ട പണത്തിന് ഉത്തരവാദി അല്ലാതാവും. പ്രതാപൻ ചെയ്ത തെറ്റിന്, പ്രതാപൻ ചെയ്ത കുറ്റത്തിന് പ്രതാപൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. പണം കണ്ടെത്തേണ്ടതും പണം തിരികെ നൽകേണ്ടതും. എന്തായാലും ലിക്വിഡ് മണിയായി പലരെയും ഏൽപ്പിച്ച പണം ഒരിക്കലും പ്രതാപൻ വിട്ടുപറയുകയോ ഇനി അത് പോലീസ് കണ്ടെത്താനോ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ശിഷ്ടകാലം ഒരു 300 കോടി വെച്ച് പ്രതാപൻ സുഖമായി ജീവിക്കും നമ്മൾക്കിടയിൽ. ഇതിനു മുന്നേ നടന്ന സമാന തട്ടിപ്പുകളിലെ ചരിത്രം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.